വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അയല പുട്ടുകുറ്റിയിൽ ആരെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അയല ഉപയോഗിച്ചിട്ട് പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയിട്ട് വന്നാലോ? ഞാനിവിടെ 3 അയല എടുത്തിട്ടുണ്ട്. മുഴുവൻ അയല എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മീനിൻ്റെ എല്ലാ വശത്തേക്കും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഈ മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാനാണ് നമ്മളിതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇത് 15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം വെളിച്ചെണ്ണയിൽ ഈ മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. 2 വശവും നന്നായിട്ട് മൊരിയുന്നത് വരുന്ന വറുത്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റി അതിന് ദശ മാത്രമായിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ഇത് നമുക്കൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. മീൻ വറുത്ത സെയിം വെളിച്ചെണ്ണയിൽ നിന്ന് 2 ടീസ്പൂൺ ഞാനൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളിയാലും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ മൂത്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മസാലയ്ക്ക് ഉണ്ടാവുക കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മീൻ വറുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മുള്ളൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള മീൻ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയും അതുപോലെ മീനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇനി നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പ് അല്ലെങ്കിൽ എരിവൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മസാല കുറച്ച് ഡ്രൈ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം 2 ടീസ്പൂൺ മാത്രം വെള്ളം ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ടൊന്ന് കൊടുക്കാം. വെള്ളം ഒരുപാട് കോരി ഒഴിക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മസാല വല്ലാതെ ഒന്ന് കുഴഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതിയാവും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 കൈപ്പിടി അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വീതം വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കാം. സാധാരണ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്കൊന്ന് നനച്ചെടുക്കാം. 1 കൈ നിറച്ച് പുട്ടുപൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പുട്ടുകുറ്റിയിൽ എനിക്ക് 1 കുറ്റി പുട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ 1 കൈ നിറച്ച് ഗോതമ്പ് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5 ചപ്പാത്തി കിട്ടും. അതുപോലെ തന്നെ ഇടിയപ്പവും. ഇത് ഓരോരുത്തരുടെയും കൈയുടെയൊക്കെ വലിപ്പം അനുസരിച്ചിട്ടും അതുപോലെ പുട്ടുകുറ്റിയുടെയൊക്കെ അളവൊക്കെ അനുസരിച്ചിട്ടും വ്യത്യാസം വരും കേട്ടോ. എന്തായാലും ഈ ഒരു ടിപ്പ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ മസാലയും അതുപോലെ പുട്ടിൻ്റെ പൊടിയും കൂടി ഈ പുട്ടുകുറ്റിലൊന്ന് നിറച്ച് കൊടുക്കാം. 2 ലെയറായിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം. ഇതിൻ്റെ ഏറ്റവും മീതെ ഫിഷിൻ്റെ മസാല വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കുന്നതിലും കുറച്ചുകൂടി കൂടുതൽ സമയം എടുക്കും ഇതിൻ്റെ ആവി വരാനായിട്ട്. ഏകദേശം 2 മുതൽ 3 മിനിറ്റ് വരെ എടുത്തു എനിക്കിതിൻ്റെ ആവി ഒന്ന് വന്ന് കിട്ടാനായിട്ട്. ആവി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. നല്ല ചൂടാന്നുള്ള അയല കൊണ്ടുള്ള മസാല കൊണ്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അയല മസാല ഉപയോഗിച്ചിട്ട് പുട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.